ചെനാബ് പാലത്തിനു പിന്നിലും കരുത്താവുകയാണ് ഒരു സ്ത്രീരത്നം. ചെനാബ് പാലം പണിയാൻ ഒരു വനിതാ പ്രൊഫസർ നീക്കിവെച്ചത് തന്റെ ജീവിതത്തിലെ 17 വർഷം. ചെനാബ് പാലത്തിന്റെ രൂപകൽപ്പന, ആസൂത്രണം, നിർമ്മാണം ഇതിൽ ഗണ്യമായ സംഭാവന നൽകിയ മാധവി ലത ഈ പാലത്തിനൊപ്പം തന്നെ രാജ്യത്തിനോടൊപ്പം തല ഉയർത്തി നിൽക്കുകയാണ്. ജമ്മു കാശ്മീരിൽ നിർമ്മിച്ച ചെനാബ് പാലം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. ഈ മനോഹരമായ പാലം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 272 കിലോമീറ്റർ നീളമുള്ള ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്കിന്റെ ഭാഗമാണ് ഈ പാലം. 2003-ൽ ഇതിന് അംഗീകാരം ലഭിച്ചു. എന്നാൽ ഇപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഈ പ്രധാന സംഭവത്തെക്കുറിച്ചാണ് ധാരാളം ചർച്ചകൾ നടക്കുന്നത്. ചെനാബ് പാലത്തിന്റെ രൂപകൽപ്പന, ആസൂത്രണം, നിർമ്മാണം ഇതിൽ പ്രൊഫസർ ജി മാധവി ലത തന്റെ 17 വർഷമാണ് കഠിനാധ്വാനം ചെയ്യുകയും അതിന്റെ ഫലങ്ങൾ ലഭിക്കുകയും ചെയ്തത്. ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ പ്രൊഫസറാണ് മാധവി ലത. പാലം നിർമ്മിച്ച കമ്പനിയായ അഫ്കോൺസുമായി ചേർന്ന് ജിയോ ടെക്നിക്കൽ കൺസൾട്ടന്റ് ആയിട്ടാണ് പ്രവർത്തിച്ചത്. അതിന്റെ ആസൂത്രണം, രൂപകൽപ്പന, നിർമ്മാണം എന്നിവയിലാണ് ഏർപ്പെട്ടത്. പ്രത്യേകിച്ച് പാലം നിർമ്മിച്ച ദുഷ്കരമായ ഭൂപ്രകൃതിയുടെ വെല്ലുവിളികൾ ഇവർ മനസ്സിലാക്കി വെല്ലുവിളികൾ പരിഹരിക്കാൻ വളരെ വലിയൊരു പങ്കാണ് പ്രൊഫസർ മാധവി ലത നിർവഹിച്ചത്. 1992 ജവഹർലാൽ നെഹ്റു ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് പൂർത്തിയാക്കി. അവിടെ നിന്ന് 1ാം ക്ലാസ്സോടെ ഡിസ്റ്റിങ്ഷൻ നേടി. തുടർന്ന് വാറങ്കലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ എംടെക് പൂർത്തിയാക്കി. സ്വർണ്ണ മെഡൽ നേടിയാണ് അവരുടെ വിദ്യാഭ്യാസ കാലം അവർ അവസാനിപ്പിക്കുന്നത്. 2000-ൽ IIT മദ്രാസിൽ നിന്ന് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ PhD പൂർത്തിയാക്കി. അവരുടെ കഠിനാധ്വാനത്തിനും കഴിവിനും നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 2021-ൽ ഇന്ത്യൻ ജിയോ ടെക്നിക്കൽ സൊസൈറ്റി അവർക്ക് മികച്ച വനിതാ ജിയോ ടെക്നിക്കൽ ഗവേഷക എന്ന അവാർഡ് നൽകി. 2022 സ്റ്റീമിലെ ഇന്ത്യയിലെ മികച്ച 75 വനിതകളിലും അവർ ഇടം പിടിച്ചു. നിലവിൽ IIST-യിലെ ഹയർ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രേഡിലുള്ള പ്രൊഫസറാണ് ഡോക്ടർ മാധവി ലത. 1992-ൽ ജവഹർലാൽ നെഹ്റു ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിലാണ് ഡിസ്റ്റിങ്ഷനോടെ ബിടെക് പൂർത്തിയാക്കിയത്. ചെനാബ് പാലത്തിന്റെ വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രകൃതി, കാലാവസ്ഥ, ഉയരം എന്നിവ ഈ മേഖലയിലെ നിർമ്മാണത്തിന് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. എല്ലാ തടസ്സങ്ങളെയും മറികടക്കാൻ പ്രത്യേക രീതിയിൽ ഡിസൈൻ ആസ് യു ഗോ കാര്യങ്ങൾ നീക്കി. ആദ്യകാല സർവേകളിൽ വ്യക്തമല്ലാതിരുന്ന പൊട്ടിയ പാറകൾ, മറഞ്ഞിരിക്കുന്ന അറകൾ, പാറകളുടെ വ്യത്യസ്ത ഗുണങ്ങൾ തുടങ്ങിയ ഭൗമശാസ്ത്രപരമായി ഉരുത്തിരിയുന്ന സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി തത്സമയ പദ്ധതി നിർവഹണത്തിൽ മാറ്റങ്ങൾ വരുത്തുക എന്നതായിരുന്നു അത്. നിർമ്മാണ വേളയിൽ കണ്ടെത്തിയ പാറകളുടെ അവസ്ഥകൾക്കനുസരിച്ച് സങ്കീർണമായ കണക്കുകൂട്ടലുകളും ഡിസൈൻ മാറ്റങ്ങളും നടത്തുകയുണ്ടായി. ചെനാബ് പാലം കാശ്മീർ താഴ്വരയിൽ റെയിൽ കണക്ടിവിറ്റിയെ മെച്ചപ്പെടുത്തുന്ന ഒന്നാണ്. ഇന്ത്യയിലെ ഏതൊരു റെയിൽവേ പദ്ധതിയിലും ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വെല്ലുവിളിയായിരുന്നു ഈ പാലം എന്ന് സർക്കാർ തന്നെ പറയുന്നുണ്ട്. ഈ പാലത്തിന് 359 മീറ്റർ ഉയരമുണ്ട്. ഇത് പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരത്തിലുള്ളതാണ്. ചെനാബ് പാലം നിർമ്മിക്കുന്നതിനുള്ള ചെലവ് 1486 കോടി രൂപയായിരുന്നു. ഭൂപ്രകൃതി ദുഷ്കരമായിരുന്നതിനാലും കാലാവസ്ഥ കഠിനമായിരുന്നതിനാലും സ്ഥലം വിദൂരമായിരുന്നതിനാലും ഈ പാലത്തിന്റെ നിർമ്മാണം വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു. എന്നാൽ എഞ്ചിനീയറിംഗ് ലോകത്ത് ഈ പാലം ഒരു പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒപ്പം മാധവി ലത എന്ന വനിതാ രത്നവും. നമുക്ക് അഭിമാനിക്കാം. നരേന്ദ്രമോദി സർക്കാരിന്റെ വരവോടുകൂടി നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ അഭിമാനവും അവരുടെ പ്രൊഫഷണൽ സ്കില്ലുമൊക്കെ വിചാരിക്കുന്നതിലപ്പുറം ഉയർന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.